ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു 1 പോട്ട് ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് ഗോതമ്പ് റവ വെച്ചിട്ടാണ്. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ഒരു ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഈ രാവിലെ കല്യാണ ദിവസങ്ങളിലേക്ക് രാവിലത്തെ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉപ്പുമാവാണ്. അപ്പോൾ ആ ഒരു ഉപ്പുമാവ് ബിരിയാണി എന്നാണ് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റവയാണ്. ഇതിനൊരു 500 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് 1-2 തവണ ഒന്ന് കഴുകി ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞൊന്ന് വേറൊരു പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കും ഒരു മുറി തേങ്ങ ചിരകിയതും 1-2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു തേങ്ങാപ്പാൽ മാത്രമായിട്ട് എടുക്കും. ഒരു തേങ്ങാപ്പാൽ ഞാൻ അവിടെ ഒരു 3.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്കൊരു 4 സവാളയാണ്, മീഡിയം സൈസിലുള്ള 4 സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു 2 നല്ലോണം പഴുത്ത 2 അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 500 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടപ്പൊന്ന് അടച്ചൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അടപ്പൊന്ന് മാറ്റി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1-1.5 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഒന്ന് റെഡിയായി വരുന്നത് വരെ. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്തൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 3.5 കപ്പോളം തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തെടുക്കാം. ഇപ്പോൾ ഉപ്പ് ഒരല്പം കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് പുതിനയിലയും മല്ലിയിലും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ നേരത്തെ കഴുകി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് വറ്റി കിട്ടും. അതിനുശേഷം നമ്മൾ ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് അതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടെ ചേർത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു വെയിറ്റും കൂടെ എന്തെങ്കിലും നല്ലൊരു വെയിറ്റുള്ള സാധനം കൂടെ വെച്ചിട്ട് ഒരു 6-8 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുക്കുക. അതൊന്ന് റെഡിയായതിനു ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കാഷ്യൂനട്ട് കിസ്മിസ് കൂടെ ഒന്ന് വറുത്തെടുക്കാം. ആ നെയ്യോട് കൂടി തന്നെ നമുക്കിതൊരു ആ ഒരു ബിരിയാണിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു അടച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിച്ചനൊക്കെ എല്ലാം ഒന്ന് ക്ലീനാക്കി ഞാൻ ഡിന്നറിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.